നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, എറണാകുളം ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററിൽ നിന്ന് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് BHIE 143-ൻ്റെ യൂണിറ്റ് 11 ഈ യൂണിറ്റ് 11-ൽ ജെൻഡറും എൻവയറമെൻറ്റും ഉള്ള റിലേഷൻഷിപ്പും അതിൻ്റേതായ പരിണാമങ്ങളുമാണ് നമ്മൾ ഇന്ന് വിസ്തരിക്കാൻ പോകുന്നത്. ഈ ജെൻഡർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഫീമെയിൽ ജെൻഡർ, മെയിൽ ജെൻഡർ. ദർ ഇസ് എ ചെറുതായ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇവിടെ സോഷ്യൽ സയന്റിസ്റ്റ് നമ്മൾ പരാമർശിക്കുന്നത് എൻവയറമെന്റൽ ഈ ജെൻഡറിന്റെ റിലേഷനും അതുകൊണ്ട് വരുന്ന വ്യത്യാസങ്ങളാണ്. എങ്ങനെയാണ് ഇത് സോഷ്യൽ സയന്റിസ്റ്റ് ആയിട്ടുള്ളവര് ഈ എൻവയറമെന്റിനെയും അത് അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ വിധത്തിൽ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലാണ് ഫിസിക്കൽ സയന്റിസ്റ്റ് ജെൻഡറിനെ നോക്കുന്നത്, ഇതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണമായിട്ട് കാറ്റഗറി ചെയ്ത് നോക്കുമ്പോൾ സോഷ്യൽ സയന്റിസ്റ്റ് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, റേസ്, റീജിയൻ, അതിന്റെ പരിണാമങ്ങൾ. അതേസമയം നമ്മൾ ഇവിടെ എൻവയറമെന്റിൽ നോക്കുമ്പോൾ അതിന്റെ ഏത് സ്ഥാനത്ത് ഏത് രാജ്യത്തുള്ള എൻവയറമെന്റ് അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്, ജെൻഡറും അല്ലെങ്കിൽ ഫീമെയിൽ ജെൻഡർ ആണോ മെയിൽ ജെൻഡർ ആണോ അതിനും ഈ എൻവയറമെന്റിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് ഇവിടെ ഇന്റർ റിലേഷൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ പഠിക്കാൻ അല്ലെങ്കിൽ പരാമർശിക്കാൻ എടുത്തിരിക്കുന്നു, അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം പെട്ടെന്ന് എൻവയറമെന്റ് എന്ന് പറയുമ്പോഴും ഭൂമിശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ജോഗ്രഫിയിൽ വരുന്ന വാക്കാണിത്. പക്ഷെ അതിനും ജെൻഡറിനും അല്ലെങ്കിൽ ഈ ജെൻഡറിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മൾ പരാമർശിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് ജെൻഡറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതായത് ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പവറുള്ള ഒരു പ്രിവിലേജ് ഉള്ള ഒരു പീപ്പിൾ. അല്ലെങ്കിൽ നമുക്ക് ഒരു സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ മെയിൽ ജെൻഡർ അല്ലെങ്കിൽ ഫീമെയിൽ ജെൻഡർ അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പ്രത്യേകതരമായ വർക്കുകളും ഈ നമ്മൾ ഫിസിയോളജിനനുസരിച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് മെയിൽ ജെൻഡറിന് എന്ത് വ്യത്യാസം വരുന്നു, ഫീമെയിൽ ജെൻഡറിന് എന്ത് വ്യത്യാസം വരുന്നു, എന്തിനാണ് അതിനെപ്പറ്റി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ബാർബേരിയൻസ് അല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നവരല്ല. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് മെയിൽ ജെൻഡറിന് ചെയ്യാൻ പറ്റുന്നത് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർ ചെയ്യുന്നത് തന്നെയാണോ സ്ത്രീകൾ ചെയ്യുന്നത്. ഫീമെയിൽ ജെൻഡർ എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ്. അവർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടി എന്താണ് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മൾ സൊസൈറ്റിയിൽ അവർക്ക് പ്രിവിലേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ സൊസൈറ്റിയിൽ കാണുന്നത് ഒരു ഡോമിനേഷൻ കാണാനുണ്ട്. ഈ ഡോമിനേഷൻ എന്താന്ന് വെച്ചാല് ആൺ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മെയിൽ ജെൻഡറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരുടെ മാനുഷികമായ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ അവരുടേതായ മസിൽ പവർ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ്, പുരുഷൻ വേണം അല്ലെങ്കിൽ പുരുഷന് പ്രാധാന്യം കൊടുക്കുക. ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള തലമൂത്ത അച്ഛനെ ആയിരിക്കും അല്ലെങ്കിൽ കാരണവരെ ആയിരിക്കും. അപ്പൊ ആ ഇമ്പോർട്ടൻസ് അവിടെ സൊസൈറ്റിയിലാണ്, ഈ സൊസൈറ്റിയിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. സ്ത്രീകൾ ആണുങ്ങൾക്ക് അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക, അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം, നമ്മളുടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ആയിട്ടുണ്ട്. അത് ഇന്റർനാഷണലി ഉണ്ട്, ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ഇന്റർനാഷണലി ഈ സിസ്റ്റം ഉണ്ട്. മെയിൽ ഇമ്പോർട്ടൻസ്, മാൻ അല്ലെങ്കിൽ മെയിൽ ഇമ്പോർട്ടൻസ്, ജെൻഡർ ഇമ്പോർട്ടൻസ് പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള പവർ ഉണ്ടാവും മനുഷ്യന്. മെയിലിന്റെ ഫിസിയോളജിയും ഫീമെയിലിന്റെ ഫിസിയോളജിയും വ്യത്യാസമുണ്ട്. അപ്പോ അതിന്റെ പവർ കൊണ്ട്
പവർ ഉണ്ട്, ആ പവറിനെ യൂട്ടിലൈസ് ചെയ്യുക, ആ പവർ വെച്ച് നമുക്ക് പ്രിവിലേജസ് കിട്ടുക, ആ പവറിന്റെ നമ്മൾ മാക്സിമം സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കുക. ഇതാണ് ഉദ്ദേശിച്ചത്. ഇതിന്റെ കൂടെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഒരു ഇക്വാലിറ്റിയും ഫ്രീഡത്തിനെയും ഈ ജെൻഡർ എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ പുരുഷനോ സ്ത്രീക്കോ മേധാവിത്വം ഇക്വാലിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും എത്രത്തോളം പ്രാക്ടിക്കലി അത് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അതേമാതിരി തന്നെ ഫ്രീഡം, ഒരു പുരുഷന് എപ്പോൾ വേണമെങ്കിലും നടക്കാൻ പറ്റും, രാത്രി ഇറങ്ങി നടക്കാൻ പറ്റും. അതേസമയം ഒരു സ്ത്രീക്ക് പറ്റില്ല. കാരണം അവളെ അബല അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരും എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പണ്ട് തൊട്ട് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഫീമെയിലിനെ. അതായത് ആ വീട്ടിലത്തെ സ്ത്രീകളെ അച്ഛൻ രക്ഷിക്കുക, അത് കഴിഞ്ഞ് ഭർത്താവ് രക്ഷിക്കുക, അത് കഴിഞ്ഞ് തലമൂത്ത ആൺകുട്ടികൾ രക്ഷിക്കുക. ഇതാണ് ഇന്ത്യൻ കസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത്. കുട്ടിയായിട്ടിരിക്കുമ്പോൾ അച്ഛന്റെ കൺട്രോളിൽ വളരണം പെൺകുട്ടികൾ. അത് വലുതായി കഴിഞ്ഞ് കല്യാണം കഴിച്ച ശേഷം ഭർത്താവ് പറയുന്നത് അനുസരിക്കുക, ഭർത്താവിന്റെ പ്രൊട്ടക്ഷനിൽ ജീവിക്കുക, ഭർത്താവിന്റെ ഒപ്പം ജീവിക്കുക, അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ അങ്ങേര് പറയുന്നത് അനുസരിച്ച് ജീവിച്ചു പോവുക. അത് സാധാരണമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് സൊസൈറ്റിയിൽ. അതിനുശേഷം ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, ആ സമയങ്ങളിൽ അമ്മ പ്രായമാവുകയാണ്, ആ മദർ എന്നുള്ളവരെ പ്രായമാകുമ്പോൾ ആരുടെ കെയറിൽ പോകണം? മകന്റെ കെയറിൽ പോകണം. ഇതാണ് നമ്മൾ സാധാരണമായിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്തു വരുന്നത്. കാരണം ഇവിടെ മെയിലിന്റെ പ്രൊട്ടക്ഷൻ, ഫീമെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാണ്ടുള്ള ചുമതല മെയിൽ ജെൻഡറിനുണ്ട്. അതാണ് അതിന്റെ കാര്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് ഇവിടെ എൻവയറമെന്റൽ ജസ്റ്റിസ് എന്താണ് വരുന്നത്. എൻവയറമെന്റൽ ജസ്റ്റിസ് നമ്മൾ പറയുമ്പോൾ എൻവയറമെന്റൽ ഇക്വാലിറ്റി കിട്ടുന്നുണ്ടോ? എല്ലാ മനുഷ്യർക്കും, അത് ആൺ പെൺ വ്യത്യാസം, പുരുഷ സ്ത്രീ ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഈ സൊസൈറ്റിയില്, ഈ എൻവയറമെന്റില്, ഒരു ഹെൽത്തി എൻവയറമെന്റില് ജീവിക്കണം എന്നുള്ളത് അവരുടെ റൈറ്റ് ആണത്. ആ റൈറ്റിനെ എന്തുകൊണ്ട് നമ്മൾ അതിൽ ആഫ്രിക്കയിലുള്ള നീഗ്രോ വർഗക്കാരായാലും കൊള്ളാം, ചൈനയിലെയോ മംഗോളിയയിലോ ഉള്ള ചൈനീസ് ആൾക്കാരായാലും കൊള്ളാം, ജപ്പാനിലുള്ളവരായാലും കൊള്ളാം, ഏത് രാജ്യത്ത് ജീവിച്ചാലും അവർക്ക് ഒരു ഹെൽത്തി എൻവയറമെന്റ് വേണം. അസുഖങ്ങൾ വരാൻ പറ്റാത്ത ഒരു എൻവയറമെന്റ്. അവിടെ നമ്മള് ജാതി നോക്കുന്നില്ല, ഇൻകം നോക്കുന്നില്ല, ഏജ് നോക്കുന്നില്ല, ജെൻഡർ നോക്കുന്നില്ല, നാഷണാലിറ്റി നോക്കുന്നില്ല. ഇതിനെ കിട്ടുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ എൻവയറമെന്റൽ ജസ്റ്റിസ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ജീവിക്കാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്നുണ്ടോ? ഒരാളുടെയും ഹെൽത്തിനെ അല്ലെങ്കിൽ ഒരാളുടെയും അയാളുടെ ജീവിക്കുന്ന ക്വാളിറ്റി ലൈഫിനെ സഫർ ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് എല്ലാ മനുഷ്യർക്കും ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അതേമാതിരി നമ്മൾ UN പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിസ് കൊടുക്കണം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ജസ്റ്റിസ് കൊടുക്കണം. അതായത് ഇതിൽ റിച്ച് ആയിട്ടുള്ളവര് സൗകര്യമായിട്ട് ജീവിക്കട്ടെ, അല്ലെങ്കിൽ പുവറായിട്ടുള്ളവര് സൗകര്യം ഇല്ലാണ്ട് ജീവിക്കട്ടെ എന്ന് അങ്ങനത്തെ ഒരു ജസ്റ്റിസ് നിയമം പാടില്ല. ആ നിയമം തെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ എൻവയറമെന്റൽ ജസ്റ്റിസ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പോകുന്ന വിധത്തിൽ പോകണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം അസുഖം പിടിപെട്ടാൽ ബ്ലഡ് ഈസ് ദ സെയിം. എല്ലാ മനുഷ്യന്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിന് ഒരേ കളറേ ഉള്ളൂ, ചുവപ്പ് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ജസ്റ്റിസിനെ അല്ലെങ്കിൽ ആ നിയമത്തിനെ അല്ലെങ്കിൽ ആ ധന്യതേനെ നടത്തിക്കൊണ്ടു പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും ഒരാൾക്ക് ജീവിക്കാം, നല്ല വിധത്തിൽ ക്വാളിറ്റി ലൈഫ് എൻജോയ് ചെയ്യാം, വേറൊരാള് പാടില്ല. അങ്ങനെയൊന്നും എൻവയറമെന്റൽ ജസ്റ്റിസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ എൻവയറമെന്റൽ നിയമത്തിൽ അത് കൊണ്ടുവരാൻ പാടില്ല. എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളോടെയും എല്ലാവിധ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാണ്ട് സൗകര്യമായിട്ടും ക്വാളിറ്റി ആയിട്ടുള്ള മാക്സിമം ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ലൈഫിൽ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ പരാമർശിക്കുന്നത്.
ഇവിടെ ഞാൻ ഈ പിക്ചർ കാണിച്ചിട്ടുള്ളത് പ്രായമായ സ്ത്രീകളാണ്. ഈ പ്രായമായ സ്ത്രീകള് അവരെ ചൂഷണം ചെയ്യുന്ന 3 റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ ലേഡീസിന് റീസൺസ്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം പുറത്തായാലും ശരി അകത്തായാലും ശരി ഒരേ തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ല. ലാൻഡ് അമ്മയുടെയോ മുത്തച്ഛന്റെ പേരിലുള്ള ലാൻഡില് അതിന് ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് പോകുന്നു. അപ്പോൾ അവിടെ അത് മാത്രമല്ല, അവർക്ക് അവരുടെ പ്രോബ്ലംസ്, നാച്ചുറലായിട്ട് വരുന്ന പ്രോബ്ലത്തിന് അതിന് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാനുള്ള അവർക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പഠിത്തമില്ല, അല്ലെങ്കിൽ അറിവില്ല. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്കില്ല. പ്രായമായവരടുത്തുനിന്ന് എളുപ്പം പറ്റിച്ചു കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇവിടെ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ പല വിധത്തിൽ അവരെ നിരുത്സാഹപ്പെടുത്തുക. അപ്പൊ അതും നമുക്കൊരു വയലൻസ് ആയിട്ട് ചോദിക്കാം. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ അഡ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം മാനേജ്മെന്റിൽ കൊണ്ടുവരിക. ആ മാനേജ്മെന്റിൽ വഴി അല്ലെങ്കിൽ ആ സിസ്റ്റം വഴി എല്ലാവർക്കും ഇക്വാളിറ്റി കൊടുക്കണം. അത് ജെൻഡർ ഇക്വാളിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷനും ഒരേ മാതിരിയുള്ള ഇക്വാളിറ്റി കിട്ടണം. ലേഡീസിന് അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് പറയുമ്പോഴത്തേക്കും അവരുടേതായ ഈ പറഞ്ഞ അവര് പാവം മരിക്കുന്നവരെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. പ്രായമായ സ്ത്രീകൾ എന്തുകൊണ്ട് അവരെ പണിയെടുപ്പിക്കുന്നു? ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം ജീവിച്ചതിന് ശേഷം അവർക്ക് ഒരു റെസ്റ്റ് കിട്ടേണ്ട കാലമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നോട്ട് ചെയ്യേണ്ടത് ഒരു ഇൻഇക്വാളിറ്റി വന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ പണിയെടുക്കുക, പുരുഷന്മാർ വീട്ടിലിരിക്കുക? പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്നത്. പുരുഷന്മാര് മേധാവിമാര് വീട്ടിലിരിക്കും, ഭരിക്കും, ഒച്ചയെടുക്കും, സ്ത്രീകളോട് ഒച്ചയെടുക്കും. അവർ പോയി ജോലിയെടുത്ത് അത് കുടുംബം നടത്തിക്കൊണ്ട് പോവുക. ഇവരവിടെ ഇരുന്നുകൊണ്ട് അവരെ ബോസ് ചെയ്യുക. അപ്പൊ അതിന് ആ ഇൻഇക്വാളിറ്റി ഒന്ന് മാറ്റിയെടുത്ത് സ്ത്രീകൾക്കും വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ കൊടുത്ത് അവരുടെ വ്യൂ പോയിന്റ്സിനും അവരുടെ ശാരീരികമായും മാനസികമായും അവർക്ക് ഉല്ലാസം കിട്ടാനും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ ഇവിടെ ബാരിയേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ റിക്വസ്റ്റ്, അഡ്രസ് ബാരിയേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ്. അവരുടേതായ സൗകര്യങ്ങൾ, അവരുടെ റെപ്രസെന്റേഷൻ, അവർക്ക് ഒരു നീതി നടക്കാനോ, അല്ലെങ്കിൽ അവർക്ക് എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറയുന്നത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം. എനിക്ക് വേണ്ട റിസോഴ്സ് എന്താണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും. പുരുഷന്മാരല്ല ചെയ്യേണ്ടത്. അവർക്ക് അവരുടേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കൊടുക്കാനാണ് ഞാൻ ഇതുവഴി ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇവിടെ സൊസൈറ്റിയിലും ജെൻഡറിലും റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു. സാധാരണമായിട്ട് പറയുന്നുള്ളത് ഒരു കണ്ടീഷൻസ് ഉണ്ട് റിലേറ്റഡ് ടു ജെൻഡർ. ഇത് ലേൺഡ് പ്രോസസ്സാണ്. എവിടെ നിന്ന് കിട്ടുന്നു? ഇത് നമ്മൾ കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ തന്നെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മമാര് തന്നെ, അത് കൂടുതലായിട്ടും ഈ പുരുഷ മേധാവിത്വത്തിനെ മാനിക്കുന്ന സ്ത്രീകളുണ്ട് കുടുംബത്തിൽ തന്നെ. അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മൂമ്മയായിക്കോട്ടെ, അവരൊരു ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല, ആൺകുട്ടികൾക്ക് കൂടുതൽ ആഹാരം കൊടുക്കണം, ആൺകുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കണം, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അത്രയും പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല, പെൺകുട്ടി പുറത്ത് പോകാൻ പാടില്ല, പെൺകുട്ടി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെയൊക്കെ ഈ കോൺസെപ്റ്റ് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, സ്ത്രീനെ ഉദ്ദേശിക്കുന്നത്, കുടുംബത്തിലുള്ളവര് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇവിടെ അകത്ത് തന്നെ ഇരിക്കേണ്ടുള്ള കാര്യക്കാരാണ്. അതുകൊണ്ട് അവർ പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ഭാരിച്ച് ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ പഴയ കാലങ്ങളിൽ നടന്നിരുന്ന സംഭവങ്ങളാണ്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ പല സ്ഥലത്തും പുറത്ത് കാണുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അപ്പോൾ ഈ മേധാവിത്വം, പുരുഷ മേധാവിത്വം നടത്തിക്കൊണ്ടുപോയി സ്ത്രീകളെ അടിച്ചമർത്തി, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെയോ അല്ലെങ്കിൽ അവരുടെ ആശകളെയോ പൂർത്തീകരിക്കാണ്ട് അവരെ കൊണ്ട് നിർബന്ധിതമായിട്ടൊരു സെറ്റപ്പിൽ കൊണ്ടുവരാണ് സൊസൈറ്റി.
നമ്മുടെ ഈ സൊസൈറ്റി ഇന്ത്യയിലായിക്കോട്ടെ, പുറത്തുള്ള സൊസൈറ്റി ആയിക്കോട്ടെ, ഫോറിൻ സൊസൈറ്റി ആയിക്കോട്ടെ, പല സ്ഥലത്തും കാണുന്നുണ്ട്. കാരണം അഡ്വാൻസ്ഡ് കൺട്രിയിലും കാണുന്നുണ്ട്, ഡെവലപ്പിംഗ് കൺട്രിയിലും കാണുന്നുണ്ട്, അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലും കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈ എന്താ പറയാ, ഈ വ്യത്യാസം, ആണുങ്ങളുടെ മേധാവിത്വത്തിനെ പ്രാക്ടീസ് ചെയ്യുന്ന ആ സിസ്റ്റം ഇപ്പോഴും നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പല വിധത്തിലുള്ള നമ്മൾ കേസുകൾ നമ്മൾ കാണുന്നത്. ഈ സ്ത്രീ പീഡനങ്ങളെ പറ്റിയുള്ള നമ്മൾ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ കാണുന്നത്. ഇതിന്റെ കാരണം എന്താ? ഈ നൂറ്റാണ്ടായിട്ടും ഇതിനെ ഒരു അവസാനം വരാത്തത് എന്തുകൊണ്ടാ? ആ പുരുഷ മേധാവിത്വത്തിനെയാണ് സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്ത്രീകൾ തന്നെ ചെയ്യുന്നുണ്ടത്. ഇനി ഇക്വാളിറ്റി, ഈ സൊസൈറ്റിയിൽ നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുന്നു. എന്തിനാണ് ഇക്വാളിറ്റി സൊസൈറ്റിയിൽ വേണ്ടത്? കാരണം ഈ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികളായിക്കോട്ടെ, ഭയങ്കരമായിട്ട് പീഡിക്കപ്പെടുന്നു. ഇതിനെ ഈ ഇക്വാളിറ്റി ഇല്ലാണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിനോ അവരുടെ ആശകളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കോ എതിർത്ത് നിന്നുകൊണ്ട്, അതേമാതിരി തന്നെ അവരുടെ ആവശ്യങ്ങൾക്കും മര്യാദ കൊടുക്കാണ്ട്, അവര് ഒരു ഈ സൊസൈറ്റിയിലത്തെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയാം നമുക്ക്. ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായ വ്യൂസ് ഉണ്ട്, അവരുടേതായ അനുമാനങ്ങളുണ്ട്. ഇതിനൊന്നും അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ചെലവുകളുണ്ട്. ഈ സ്വന്തമായിട്ടുള്ള ചെലവുകൾ വരുത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് എക്കണോമിക് ഇക്വാളിറ്റി കൊടുക്കണം. നമുക്ക് ഇവിടെ കേരളത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്, മരുമക്കത്തായം. മരുമക്കത്തായം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ട്. കുടുംബ സ്വത്തിൽ ഒരു സൊസൈറ്റിയില്, കേരളത്തില് ഉള്ള സൊസൈറ്റിയില് ഒരു സിസ്റ്റത്തിന് മരുമക്കത്തായം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് മക്കത്തായമാണ്. മക്കത്തായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺമക്കൾക്കാണ് പ്രോപ്പർട്ടി മുഴുവൻ പോവുക. എന്തുകൊണ്ട്? പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുമ്പോൾ അവൾക്ക് വേണ്ട ആഭരണങ്ങളും ചെലവുകളും കല്യാണ ചെലവൊക്കെ ചെയ്തത് കൊണ്ട് മകന് ആ അച്ഛന്റെ അമ്മയുടെ സ്വത്ത് മുഴുവനും ആ പയ്യനാണ്, അവിടത്തെ ആൺകുട്ടിക്കാണ് കിട്ടുക. അതാണ് മക്കത്തായം. അതേസമയം ഇവിടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് മരുമക്കത്തായം. അതായത് പെൺകുട്ടികൾക്ക്, ഒരു പെൺകുട്ടി, ഒരു വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ആ 2 പെൺകുട്ടികൾക്കും അവരിൽ ജനിക്കുന്ന പെൺകുട്ടികൾക്കും ഷെയർ കൂടുതൽ വരും. അപ്പോ അവർക്കൊരു കുറച്ച് സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റും. അവരെ കല്യാണം കഴിക്കുന്ന പുരുഷൻ അവരുടെ കൂടെ താമസിച്ച് അവിടെ അമ്മാവന്റെ സ്ഥാനം അതാണ് വരുന്നത്. അപ്പൊ അവിടെ മരുമകനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മകളും മകളുടെ ഭർത്താവിനുമാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. മകൻ കല്യാണം കഴിച്ചാൽ അയാൾ എവിടെ നിന്ന് കല്യാണം കഴിച്ചോ ആ വീട്ടില്, ആ സ്ത്രീയുടെ വീട്ടിലായിരിക്കും ഇയാൾക്ക് വാല്യൂ കിട്ടുക. ഇത് നമ്മളുടെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് സൊസൈറ്റിയിൽ ഇങ്ങനത്തെ പല പ്രാക്ടീസുകളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും, ആൺകുട്ടി ഇല്ലെങ്കിൽ ആ സ്ത്രീനെ ജനിപ്പിച്ച ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിക്കുന്നത് എന്നുള്ളത് ഒരമ്മയുടെയും തെറ്റല്ല. അത് ബയോളജിക്കൽ പ്രോബ്ലംസ് ആണ്. അതിനെ മനസ്സിലാക്കാണ്ട് നോർത്ത് ഇന്ത്യയില് ലക്ഷ്മിയാണ് അല്ലെങ്കിൽ പുരുഷ ബോയിനെ കിട്ടിയില്ലെങ്കിൽ അവര് സ്ത്രീനെ തള്ളിക്കളയും. അല്ലെങ്കിൽ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ സ്റ്റൗ പൊട്ടി ബേൺ ചെയ്യുക, ഡൗറി വയലൻസ് എഗെയിൻസ്റ്റ്, എന്താ പറയാ, തീ പൊള്ളിക്കുക, പാമ്പ് കൊത്തിക്കുക. ഇപ്പോഴും ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്നുവല്ലോ സ്ത്രീ പീഡനം. ഡൗറിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കാശ് അല്ലെങ്കിൽ ഡൗറി ചോദിക്കാൻ പാടില്ല, ഡൗറി മേടിക്കാൻ പാടില്ല. അത് ലോ പ്രകാരം എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഇപ്പോഴും പ്രാക്ടീസിൽ അത് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക, അല്ലെങ്കിൽ സിലിണ്ടർ തുറന്നു വിട്ട് കത്തിക്കുക. ഇങ്ങനെ പല വിധത്തിലുള്ള ക്രൂവൽറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ കൂടെയും ഇത് പ്രാക്ടീസ് ചെയ്യുന്നു.
ശമ്പളം മേടിച്ചാൽ ഹസ്ബൻഡിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ കംപ്ലീറ്റ് അവരുടെ കൺട്രോളിലായിരിക്കും ഈ ഫൈനാൻസ് മുഴുവനും. ഈ സ്ത്രീ വർക്ക് ചെയ്യുന്ന സ്ത്രീക്ക് അവരുടേതായ ചെലവുകൾക്കോ അവരുടേതായ ആഗ്രഹങ്ങളോ നടത്താൻ പറ്റാണ്ട് വരിക. അതേമാതിരി ഹോസ്പിറ്റൽ കൊണ്ടുപോവുക, ഇതൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഇക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി ഒരു മനുഷ്യന്റെ ധർമ്മമാണ്, ഹ്യൂമൻ റൈറ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിന് ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിൽ കൊടുക്കണം. ഇവിടെ ഡിഫറൻഷിയേറ്റ് ഇന്ററാക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീകളോ പുരുഷന്മാരോ ഒരു സൊസൈറ്റിയിൽ എൻവയറമെന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ എൻവയറമെന്റിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനും ഓരോ വിധത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ വരുന്നത്? കാരണം നമ്മൾ സാധാരണ വിധത്തിൽ പെൺകുട്ടികൾക്ക് തന്നെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ ചെടീനെ ഒരു സ്ത്രീന്റെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് പൊതിഞ്ഞ് കെട്ടി നോക്കി വളർത്തിയെടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മദർലി ഫീലിങ്സ്, അത് കൂടെ നമ്മൾ വളർത്തുന്ന നായ ആയിക്കോട്ടെ, നമ്മൾ വളർത്തിയെടുക്കുന്ന ചെടി ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട്, ഇമോഷണലി സോഫ്റ്റ് ആയിട്ട് വരും. ഒരു കായ നമ്മൾ നട്ടു വളർത്തി അതിൽ നിന്നൊരു പുഷ്പം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒരു ഫലം ഉണ്ടാകുന്നു, നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സ്ത്രീകൾക്ക്. അതേസമയം ജെൻസിന്, മെയിൽ ജെൻഡർ ഉള്ളവർക്ക് അതിനും വലിയ കാര്യമായിട്ട് അവർ നോക്കാറില്ല. കാരണം അതങ്ങനെ വരണം, വിത്തിട്ടാൽ മുളയ്ക്കണം, വളർന്ന് വലുതായിക്കണം, അത്രേ ഉള്ളൂ. അവർക്ക് അവിടെ അതിന് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കില്ല. ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ. എൻവയറമെന്റിൽ നമ്മൾ ചെടി ചൊട്ടി വളർത്തി അതിനെ വളം പരിപാലിക്കുന്നതും അതിനെ നാച്ചുറൽ ആയിട്ട് റിസോഴ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു സന്തോഷം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ചിപ്പു മൂവ്മെന്റില് എന്തുകൊണ്ട് ആ സ്ത്രീകൾ മരങ്ങളെ പൊതിഞ്ഞു നിന്ന് ഞങ്ങളെ വെട്ടിയിട്ട് നിങ്ങൾ മരങ്ങൾ മുറിച്ചോളൂ. അപ്പൊ അറ്റാച്ച്മെന്റ് അവിടെ വരുന്നുണ്ട്, ഇമോഷണൽ അറ്റാച്ച്മെന്റ്. നമ്മൾ വളർത്തുന്ന ചെടിയോടും കൊടിയോടും മൃഗങ്ങളോടും പക്ഷി മൃഗാദികളോടും നമുക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും, പുരുഷന്മാർക്ക് കുറവായിരിക്കും. അപ്പൊ ആ പ്രയോറിറ്റി കൺസർവേഷൻ ചെയ്യുക, എത്രത്തോളം നമ്മൾ കൺസർവേഷൻ ചെയ്ത് പോകാൻ പറ്റും, അതാണ് ഈ മെത്തേഡിനെ ഞാൻ ഇവിടെ ഇന്ററാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത്. റിസോഴ്സിനെ എത്രത്തോളം നമ്മൾ ഒതുക്കി അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, ആ മാനേജ്മെന്റിൽ എൻവയറമെന്റിലും ഇത് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ എൻവയറമെന്റൽ ഇഷ്യൂസിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി എൻവയറമെന്റലിസം ഒരു ഫെമിനിക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തിനാണ് നമ്മൾ എൻവയറമെന്റലിസത്തിനെ ഒരു ഫീമെയിൽ ആയിട്ട് കാണുന്നത്? കാരണം റിസർച്ച് പ്രകാരം ഒരു ജനറൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്ത്രീന്റെ ഒരു ട്രഡീഷണലി അല്ലെങ്കിൽ സ്ത്രീയുടെ മാനസാന്തരമായിട്ട് ഒരു കെയർ ഗിവിങ് നേച്ചർ സാധാരണമായിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഒരു പെൺകുട്ടി 3 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു LKG കുട്ടിയായിരിക്കാം. അവൾ ആദ്യം കാണുമ്പോൾ ചെയ്യുന്നത്, അവളുടെ ഇൻട്രസ്റ്റ് മുഴുവനും ടോയ്സ് വെച്ച് കഴിഞ്ഞാൽ അവൾ പോകുന്നത് ഒരു പാവയെ എടുക്കാനായിരിക്കും. പാവേനെ എടുക്കാനും അതിനെ അമ്മ മാതിരി സൂക്ഷിക്കാനുമായിരിക്കും ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ്, താല്പര്യം. അതേസമയം 3 വയസ്സോ 4 വയസ്സോ ഉള്ള ആൺകുട്ടിയാണെങ്കിൽ അവൻ ആദ്യം പാവേനെ പിടിക്കാൻ പോവില്ല. ഒരു സാധാരണ കാറോ അല്ലെങ്കിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ട്രെയിനോ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ലെവലുള്ള അവർ, ഇത് നേച്ചറാണ്, ദൈവമായിട്ട് നമ്മളിൽ വെച്ചിട്ടുള്ള ഒരു നേച്ചറാണ്. അപ്പൊ നമുക്ക് അവിടെ പോകുന്നത് അതിനെ ആ മെക്കാനിക്കൽ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അതിനെ തുറന്നു നോക്കുക, അതിനെ പിരിച്ചിടുക. മാസ്കുലിൻ ആയിട്ട് തോന്നുന്നത് ബോയ്ക്ക് മാസ്കുലിൻ, 3 വയസ്സോ 4 വയസ്സോ ഉള്ള ആൺകുട്ടിക്ക് മാസ്കുലിൻ ആയിട്ട് തോന്നുന്നത് ദൈവമായിട്ടുള്ള ആ വെച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. അതേമാതിരി ഫീമെയിൽ ആയിട്ട് പെൺകുട്ടിക്ക് തോന്നുന്നതും ഇങ്ങനെ കുഞ്ഞുങ്ങളെ അടുത്ത് കുട്ടിയെ കൊണ്ടു നടത്താനും അല്ലെങ്കിൽ പാവേന്റെ അടുത്ത് സംസാരിക്കാനും, അപ്പൊ അതിൽ നേച്ചറാണ്. അപ്പൊ പരാമർശിക്കുന്നത് എന്താന്ന് വെച്ചാല് സ്ത്രീയോടാണ് ഭൂമിനെ ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മാതൃത്വം വരുന്നു. ആ മാതൃത്വത്തിനെയാണ് നമ്മൾ എൻവയറമെന്റലിസത്തിൽ കണക്ട് ചെയ്തിട്ടുള്ളത്.
ഇനി ജെൻഡർ ഇക്വാളിറ്റിയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ ഒരു പുരോഗതി, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഉദ്ദേശം. എന്തുകൊണ്ട് ജെൻഡർ ഇക്വാളിറ്റി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നു, ഏതൊക്കെ വിധത്തിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാം? സാധാരണമായ സ്ത്രീകളെ അവരുടെ എംപ്ലോയ്മെന്റ്, അവർക്കുള്ള ജോലികള്, അവരുടെ പഠിപ്പ്, ഇതിനെയൊക്കെ ഒരു ലെവലിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ അവർക്ക് അവരെ ഒരു പ്രസവിക്കുന്ന മെഷീൻ മാതിരി മാത്രം ഉപയോഗിക്കാണ്ട് അവർക്കും സൊസൈറ്റിയിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കാര്യം. അപ്പോൾ അവിടെ ഇവിടെ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ചില സമയത്ത് ചില കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യുമ്പോഴോ പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് വാല്യൂ കൊടുക്കാറില്ല. അത് കൊടുക്കണം. അത് കൊടുത്ത് അവരെ കൂടി ഈ സൊസൈറ്റിയിൽ ഒരു റോളിൽ കൊണ്ടുവരിക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എല്ലാവിധത്തിലും സ്ത്രീ പുരുഷൻ വ്യത്യാസമില്ലാണ്ട് അവരെ കൂടെ നമ്മൾ മാനേജ്മെന്റിലോ ഇതിലോ എല്ലാ കാര്യത്തിലും. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ കുടുംബത്ത് മാത്രമല്ല, പരിസരങ്ങളിലും നമ്മളുടെ ചുറ്റുപാടുകളിലും അതേമാതിരി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും എല്ലാ വിധത്തിലും അവർക്ക് അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൊടുത്ത് വളർത്തിയാലാണ് ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് നടത്തി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. ഈ പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുള്ള സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നവരാ. കൂടുതലും ഈ പാടങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ്. പാടങ്ങളിൽ വർക്ക് ചെയ്യുന്നു, ചാക്കിൽ നെല്ലോ അല്ലെങ്കിൽ ധാന്യങ്ങളോ നിറയ്ക്കുന്നു. പക്ഷെ ഈ നെല്ലോ അല്ലെങ്കിൽ ധാന്യങ്ങളോ നിറച്ച് കെട്ടിപ്പൂട്ടി അവിടെ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇതിൻ്റെതായ വില നിശ്ചയിക്കാനുള്ള പവറില്ല. അത് നിശ്ചയിക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത് അവിടെ വരുന്ന ആണുങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ ജോലിക്ക് എനിക്ക് ഇത്രയും വേണം എന്ന് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് സ്ത്രീക്കും പുരുഷനുമുള്ള പേ അല്ലെങ്കിൽ നമ്മൾ പറയാം കൂലി, ഈ കൂലി തന്നെ വ്യത്യാസമായിട്ടാണ് കൊടുക്കുന്നത്. അതിനെക്കാട്ടി ശരിക്കും സത്യാവസ്ഥ പറയുകയാണെങ്കിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അവരായിരിക്കും കൂടുതൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടവരാവും. കുറച്ച് ആഹാരം കഴിച്ചിട്ട് ആഹാരത്തിന്റെ ഗ്യാപ്പ് കൂടെ കുറച്ചിട്ട് അവർ പണിയെടുക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കൊന്നും എന്തെങ്കിലും മാനേജ്മെന്റ്, വർക്ക് എൻവയറമെന്റിന്റെ മാനേജ്മെന്റിനോട് സംസാരിക്കാനോ മുതലാളിമാരോട് എനിക്ക് ഇത്രയും പോരാന്ന് പറയാനോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഞങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്, ഞങ്ങളുടെ ഡിമാൻഡ് ഇതാണെന്ന് പറയാനോ പറ്റില്ല. കാരണം മേൽമേധാവിത്വം, ഇതാണ് ഞാൻ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റില് സ്ത്രീകൾക്ക് കിട്ടാത്ത ഒരു പ്രശ്നമാണ് ഞാൻ ഈ കാണിച്ചത്. ഇതിൽ കൂടെ ഞാൻ പറഞ്ഞതും ഇവിടെ ഈ ജെൻഡറിന്റെ എൻവയറമെന്റിൽ എന്താണ് വരുന്നത്, ജെൻഡർ സ്പെസിഫിക് ആയിട്ട് ഇൻഇക്വാലിറ്റീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മെയിലിനാണ് സ്വാതന്ത്ര്യം കൊടുക്കുക, മെയിലിലാണ് പാർട്ടിസിപ്പേഷൻ കൂടുതൽ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മെയിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഫീമെയിലിന് അല്ലെങ്കിൽ സ്ത്രീക്കോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനോ, ഏത് മഴയായിക്കോട്ടെ വെയിലായിക്കോട്ടെ, ഏത് ഡിഫോറസ്റ്റേഷൻ ആയിക്കോട്ടെ, ഡിഗ്രഡേഷൻ ആയിക്കോട്ടെ, ഒന്നിലും അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. സ്പെസിഫിക് ആയിട്ട് വ്യത്യാസങ്ങളുണ്ട്, ഇൻഇക്വാലിറ്റീസ് ഉണ്ട്, ബാരിയേഴ്സ് ഉണ്ട്. അവരെ സ്റ്റോപ്പ് ചെയ്യും. പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻവയറമെന്റൽ ഡിബേറ്റിന് ചർച്ചകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെയൊക്കെ ഡോമിനേഷൻ വരുന്നത് മെയിൽ ഡോമിനേഷൻ ആണ്. ആ ഡോമിനേഷന് കുറച്ചാൽ മാത്രമേ ഈ ഡെവലപ്മെന്റ്, എൻവയറമെന്റിന്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീ ചെടികൊടികളെയൊക്കെ പരിപാലിച്ചു വരുന്നുണ്ടെങ്കിൽ കൂടെയും പക്ഷെ ഡോമിനേഷൻ വരുന്നത് മെയിൽ ഡോമിനേഷൻ ആയിരിക്കും. ഇനി ഈ എൻവയറമെന്റ് റിലേഷൻഷിപ്പിന് എങ്ങനെയാണ് റിലേഷൻഷിപ്പ്, ഹ്യൂമൻ സൊസൈറ്റി, മനുഷ്യ സൊസൈറ്റിയും അതേമാതിരി തന്നെ എൻവയറമെന്റും ഒരു വിധത്തിലും യൂണിഫോമോ അല്ലെങ്കിൽ യൂണിവേഴ്സലോ ആയി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഗവൺമെന്റിന്റെ അഡാപ്റ്റേഷൻസ്,
ഗവൺമെന്റ് നമ്മളുടെ എൻവയറമെന്റിനെ പറ്റി എത്രത്തോളം ഇന്റർഫിയർ ചെയ്യുന്നു, എത്രത്തോളം അവർ അതിനു വേണ്ടിയിട്ടുള്ള ഡീഗ്രേഡേഷൻ വരാണ്ടിരിക്കാൻ കാരണം വരുത്തിക്കുന്നു, സോഷ്യലായിട്ട് ഏതൊക്കെയാണ് സൊസൈറ്റിയിലുള്ള മാട്രിക്സ് എന്തൊക്കെയാണ്, ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാം ലോകം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രസന്റ് ലോകത്തിനെ മൂന്നാം ലോകം എന്ന് പറയാം. ഇവിടെ നമ്മൾക്ക് കാണുന്നത് അവിടെ പോപ്പുലേഷൻ കൂടുന്നു. പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ടാണല്ലോ ഈ മരങ്ങൾ വെട്ടുക അല്ലെങ്കിൽ ബിസിനസ് കൂടുതൽ വരുത്തുക. അപ്പൊ റിലേഷൻഷിപ്പിനെ ഒരു ജെൻഡറൈസ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹ്യൂമൻ റൈറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ വന്നാലും സ്ത്രീനെ മാത്രമാണ് പരാതിയായിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാണ്ടിരിക്കുമ്പോഴും ഇത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ ചെയ്താലല്ലേ ചോദിക്കുന്നവർക്കല്ലേ റൈറ്റ് കിട്ടുന്നുള്ളൂ, ആധിപത്യം കിട്ടുന്നുള്ളൂ. അത് കിട്ടുന്നില്ല ഇവിടെ ഡിഫറൻസസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജെൻഡർ ഡിഫറൻസസിൽ സെക്സ് അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടുള്ള ഓർഗനാണ്. അപ്പോൾ അതിനെ റെഫറൻസ് എങ്ങനെയാ സോഷ്യലിലും കൾച്ചറിലും കൊണ്ടുവരുന്ന വെച്ചാൽ മനുഷ്യനും പുരുഷനും സ്ത്രീയും എന്നുള്ള വ്യത്യാസം. ഇവിടെ ഈ വ്യത്യാസത്തിനെ എങ്ങനെ നമ്മൾ പരിപാലിക്കുന്നു? ഒരാളുടെ ബിഹേവിയർ, ഒരാളുടെ തിരിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് ചെയ്യുന്ന റെസ്പോൺസ് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്ത് അവരെ എക്സ്പെക്ട് ചെയ്യുന്നു, ഇതൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നു. മെയിലിലായാലും ശരി ഫീമെയിലായാലും ശരി, ഇത് കൾച്ചറലി നമ്മൾ അസോസിയേറ്റ് ചെയ്താണ് പോകുന്നത്. അതിനാണ് നമ്മൾ മെയിൽ ജെൻഡർ അല്ലെങ്കിൽ ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നത്. കാരണം ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഒരുമിക്കാണ്ട് അല്ലെങ്കിൽ അടുത്ത തലമുറയെ കൊടുക്കാനുള്ള ഒരു ഒരു ആക്ടിവിറ്റി എന്ന് പറയാം. ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. അതിന്റെ അടുത്ത തലമുറയെ കൊണ്ടുവരിക്കാനുള്ള ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് മാരേജ്, സെക്സ്, റീപ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി. ഇത് മാത്രമാണോ ഒരു സ്ത്രീ? അല്ല, ഇതെല്ലാം കൂടെ ചേർന്നതല്ലേ ഒരു സ്ത്രീ? മെയിലും ഫീമെയിലും ചേർന്നതല്ലേ? അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ വളരെ കാര്യമായിട്ട് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ഇനി റിലേഷൻഷിപ്പില് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതില് 2 വിധത്തിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ടേംസിൽ. ഒന്ന് മെറ്റീരിയൽ ആയിട്ടുള്ളതും ഒന്ന് ഐഡിയോളജിക്കലും. ഈ എൻവയറമെന്റൽ ഡിസ്ട്രക്ഷനില് വളരെ മാർജിനൽ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റീസിൽ വരുന്നുണ്ട്. അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരെക്കാട്ടിലും കുറവായിട്ട് വന്നു മെറ്റീരിയലിസ്റ്റിക്കലി. ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുമ്പോൾ എത്രത്തോളം നമ്മൾ കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഓക്യുപ്പേഷൻ കൊടുക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഈ ഡീഫോറസ്റ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിപ്കോ മൂവ്മെന്റിൽ കണ്ടു. ചിപ്കോ മൂവ്മെന്റിൽ എന്തുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് ലോസ് കൊണ്ടുവന്നത്? അവിടെ ആദ്യകാലങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഫോറസ്റ്റിൽ അവര് ഫലങ്ങളും റൂട്ട്സും കണ്ടുപിടിച്ച് ഭക്ഷിച്ചിരുന്ന സമയത്ത് അവിടെ ഇത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഇല്ല, ഫ്രീ ആയിരുന്നു. കാരണം ഈ ഫ്രീ ആയിട്ട് നടക്കുക, അത്രക്ക് ആൾക്കാരില്ല, അത്രത്തോളം പോപ്പുലേഷൻ ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഈ ഓരോ വർഷം കഴിയും തോറും എന്തുകൊണ്ട് നമ്മൾ ഡീഫോറസ്റ്റേഷൻ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എൻവയറമെന്റിനെ നമ്മൾ ശ്രമിക്കാൻ ചൂഷണം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ചെറിയ ഭൂമിയിൽ നിന്ന് ആകെ മൊത്തം 70% വെള്ളമാണ്, ബാക്കി 30% 32% ഉള്ളൂ കര. ഈ കരയിൽ തന്നെ ആൾക്കാരെ പോപ്പുലേഷൻ ഇൻക്രീസ് ആയി വരുന്തോറും താമസ സൗകര്യം കൂടുതൽ വേണ്ടി വരുന്നു. താമസ സൗകര്യം കൂടുതൽ വേണ്ടി വരികയും അപ്പോൾ പല വിധത്തിലുള്ള പ്രോഗ്രസ്, പല വിധത്തിലുള്ള സൊസൈറ്റി സയന്റിഫിക് ആയിട്ടും അഡ്വാൻസ്മെന്റ് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ആ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഫോറസ്റ്റ് കാട് വെട്ടിത്തെളിച്ച് നമ്മൾ അവിടെ കോൺക്രീറ്റ് ബിൽഡിങ്സ് ഉണ്ടാക്കി വീടുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള ആനിമൽസിനെയും പക്ഷിലതാദികളെയും ഡിസ്റ്റർബ് ചെയ്യുന്നു. അതൊക്കെ ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇക്കണോമിക്കലി ക്യാഷ് ക്രോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റുന്ന ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അസാധാരണമായിട്ടുള്ള ഫോറസ്റ്റിനെ ഡിഫോറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കുന്നു, അവിടെ വേറെ ക്യാഷ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്, കോട്ടൺ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് അതിന് പകരം ധാന്യങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാണ്ടിരിക്കുകയും അവിടെ ഭക്ഷ്യക്ഷാമം വരികയും മരണപ്പെടുകയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനുള്ള കാരണം മേജർ ആയിട്ടുള്ള കാരണം പോപ്പുലേഷൻ ഇൻക്രീസ് ആണ്. പോപ്പുലേഷൻ ഇൻക്രീസ് വരുമ്പോൾ ഒന്ന് മാത്രമല്ലല്ലോ, ഫോറസ്റ്റ് കട്ടിയ മാത്രമല്ലല്ലോ, വെള്ളം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ റിക്വയർമെന്റ്, അതിന്റെ ആവശ്യം കൂടിക്കൂടി വരും. അപ്പോൾ കൂടിക്കൂടി വരുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ ഭൂമിയിൽ നിന്നുള്ള കിട്ടുന്ന റിസോഴ്സസിനെ നമ്മൾ ചൂഷണം ചെയ്യുകയാണ്. ഇതില് വേറൊന്ന് കാര്യം വരുമ്പോൾ, ഒരു മനുഷ്യൻ, സാധാരണമായിട്ടുള്ള മനുഷ്യൻ വർക്ക് ചെയ്ത് അവരുണ്ടാക്കുന്ന ക്യാഷ് ഇൻകം, അതേസമയം ഈ പുരുഷവർഗം ഗ്രാമങ്ങളിൽ നിന്ന് നാടുകളിലേക്ക് വരുന്നു. കാരണം ഗ്രാമത്തിലുള്ള, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ജമീന്ദാറിന്റെ സിസ്റ്റം, ലാൻഡ് ഇല്ല, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, അപ്പോൾ നമ്മൾ ജമീന്ദാറുടെ അടുത്തോ അല്ലെങ്കിൽ ലാൻഡ് ലോർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഒരു ലാൻഡിന്റെ കാര്യങ്ങൾ, ഭൂമികുലുക്കം വരാം, നാച്ചുറൽ റിസോഴ്സസ് ആണ് ഞാൻ ഈ പറയുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റർ വരികയാണ്, ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ ഡ്രൗട്ട് വന്നു, അല്ലെങ്കിൽ കീടബാധ വന്നു, കൃഷി മുഴുവൻ നശിച്ചുപോയി. ആ കൃഷി മേടിച്ച കടൻ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യ ചെയ്യുമ്പോൾ അയാളുടെ കുടുംബത്തിനെ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാണ്ട് വരുമ്പോൾ ഒരുമിച്ച് മരിക്കുന്നു. ചില സമയത്ത് അവര് മൈഗ്രേറ്റ് ചെയ്യുന്നു, വേറെ സ്ഥലങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് അവര് പട്ടണങ്ങളിലേക്ക് എത്തുന്നു. പട്ടണങ്ങളിൽ വന്ന് വേറെ സാധാരണ തരത്തിലുള്ള ജോലികൾ ചെയ്യാനും അതുവഴി ക്യാഷ് ഉണ്ടാക്കാനും അതുവഴി അവരുടെ ജീവിതം മാർഗമായിട്ട് മാറ്റിയെടുക്കാനും അവർ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത് പ്രോപ്പറായിട്ടുള്ള, എന്താ പറയാ, ഈ പോപ്പുലേഷൻ ഇൻക്രീസും സയൻസും ബിസിനസ്സും ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള കാരണമാണ്. അടുത്തതിലേക്ക് നോക്കാം. എഫാറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ സ്ത്രീകൾ വീട്ടുജോലികൾ നോക്കുന്നത് മാത്രമല്ല, അതേസമയം അവര് ഫ്രീ ഗുഡ്സ്, സറൗണ്ടിങ് നാച്ചുറൽ, ഞാൻ ഈ പറയുന്നത് ആദ്യകാലത്തിലുള്ള സ്ത്രീകളുടെ കാര്യങ്ങളാണ്. അവര് എഫാറസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഫലപ്പെടുപ്പിക്കുക, അതിനെ പിന്നെയും ഒരു മരം വെട്ടുമ്പോൾ അതിന് പകരം 5 മരങ്ങൾ കൃഷി കടങ്ങളിൽ വെച്ച് പിടിപ്പിക്കുക. കാരണം ഇത് നാളെ ഈ മരങ്ങളൊക്കെ വലുതായി വർഷങ്ങളോളം എടുക്കും. അപ്പോൾ അത് നമ്മൾ ട്രീ പ്ലാന്റിങ്, നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ സ്കൂൾ ലെവലിൽ നമ്മൾ എൻവയറമെന്റൽ ക്ലബ്സ് ഉണ്ടാക്കുകയും അതുവഴി ആൺ പെൺ വ്യത്യാസമെന്നെ കുഞ്ഞുങ്ങൾക്ക് ചെടികളോടും കൊടികളോടും ഇഷ്ടം കൂടിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടം വരാനും അത് വളർത്തിയെടുക്കുമ്പോൾ വരുന്ന മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അതിനെ അവർക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ കൂടെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും സ്കൂളുകളിൽ, അവരുടെ ഓരോ സ്കൂളുകളും ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ സൊസൈറ്റിയിലും ഇതിനെ പറ്റിയുള്ള പ്രോഗ്രാംസ് വഴി അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ആ അവയർനെസ് വഴി പല വിധത്തിലും നമ്മൾ ചെടികൾ തിരിച്ച് ഭൂമിയിലേക്ക് വയ്ക്കുകയും അതിന് വേണ്ട വിധത്തിൽ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള ആ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് പല വിധത്തിലുള്ള പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. വനമഹോത്സവം നടത്തുന്നുണ്ട്, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ചെടികൾ, പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. എന്താ പറയാ, അടുക്കളത്തോട്ടം ഉണ്ടാക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി അവർക്ക് ഒരു കൃഷിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള വിധത്തിൽ ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നു എക്കോ ഫെമിനിസം.
ഈ എക്കോ ഫെമിനിസം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എക്കോളജിക്കൽ ഫെമിനിസം. അതായത് എക്കോ ഫെമിനിസ്റ്റിന്റെ ഉദ്ദേശം നേച്ചറിൽ ഇതിന്റെ ഐഡിയാസ്, പെർസെപ്ഷൻ എന്താണ്, ഇതിന്റെ ഐഡിയ എന്താണ്, ഇതിന്റെ ഇമാജിനേഷൻ എന്താണ്, എൻവയറമെന്റിനെ പറ്റിയുള്ളത് തന്നെ ലൊക്കേഷൻ, സോഷ്യൽ മാട്രിക്സിൽ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു സൊസൈറ്റിയും എൻവയറമെന്റും എങ്ങനെ നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ എക്കോ ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ സ്ത്രീനെ പറ്റി സംസാരിക്കുന്നവർ, അവര് പറയുന്നിട്ടുള്ള ഓരോ വ്യത്യാസങ്ങളും മനുഷ്യനും സ്ത്രീയും പുരുഷനും ഒരൊറ്റ കൺസെപ്റ്റ് നേച്ചറിൽ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സ്ത്രീ മദറിനെ അമ്മ എന്നുള്ള ലെവലില്, ഭൂമിനെ മദർ എർത്ത് എന്നാണ് പറയാ, അതിനെ ഉപദ്രവിക്കാണ്ട് അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യാണ്ട് ഏത് വിധത്തിൽ നമ്മൾക്ക് കർഷകർ ചെയ്യാം. രണ്ടാമതായിട്ട് പറയുമ്പോൾ ലൈഫ്, നേച്ചറിലെ ലൈഫ്, പാട്രിയാർക്കൽ തോട്ട്, ആൺമേധാവിത്വത്തിന്റെ തോട്ടിൽ നിന്ന് ഒന്ന് മാറ്റിപ്പിടിക്കുക, അതിനെ മനസ്സിലാക്കി കൊടുക്കുക. സ്ത്രീകളും ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ യുഗത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. അവർക്കും നിങ്ങളിൽമാർ തന്നെ എല്ലാവിധ റൈറ്റ്സും എല്ലാവിധ നിയമങ്ങളും പരിപാലിക്കണം, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതേമാതിരി അവരുടെ ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മൾ കൂടുതൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീക്കും കൊടുക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ബീന അഗർവാൾ ഇന്ത്യൻ എക്കോ ഫെമിനിസ്റ്റ് ആണ്. ഇവര് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് കോറിലേഷൻ കൊടുക്കുന്നു. കോറിലേഷൻ ഏതിനാണ് കോറിലേഷൻ കൊടുത്തിട്ടുള്ളത്? മെയിൽ ഡോമിനേഷൻ, അതേസമയം ഫീമെയിൽ ഒപ്രഷൻ. ഇത് രണ്ടും നേച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ്. ഈ പാട്രിയാർക്കൽ ഇമാജിനേഷൻ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ആ പുരുഷ മേധാവിത്വം, മെയിൽ ഡോമിനേഷൻ, അവിടെ നേച്ചർ ബൈ നേച്ചർ ഇറ്റ്സെൽഫ് സ്ത്രീനെ മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷ മേധാവികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഫെമിനിസ്റ്റ് എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത്. ഈ കൾച്ചറിൽ എന്താ പറയുന്നത് വെച്ചാല് ഇത് രണ്ടും ഹൈറാർക്കിയില്, നമ്മളുടെ ഇന്ത്യൻ ആയിക്കോട്ടെ വേൾഡ് ഹൈറാർക്കിയില് സുപ്പീരിയർ ആയിട്ട് കാണുന്നത് മെയിലിനാണ്. ഫീമെയിലിന് എപ്പോഴും നമ്മൾ കാണുന്നത് പുരുഷന് അടിമ അല്ലെങ്കിൽ ഇൻഫീരിയർ, ആണിനെക്കാട്ടിലും ഇൻഫീരിയർ ആണ് ലേഡി എന്നുള്ള ലെവലിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡിസ്കോഴ്സിൽ പറഞ്ഞിട്ടുള്ളത്, അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനത്തെ ഇമാജിനേഷൻ റെപ്രസെന്റ് വൈൽ മെൻ റെപ്രസെന്റ് കൾച്ചർ, ഫീമെയിൽ റെപ്രസെന്റ് നേച്ചർ. എങ്ങനെയാ എംബോഡിമെന്റ് നേച്ചറിൽ വരുന്നത്? മദർ എന്ന് വെച്ചാൽ റീപ്രൊഡക്ഷൻ, സ്ത്രീ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ അടുത്ത തലമുറയെ കൊടുക്കുന്ന ഒരു സ്ത്രീ. മെയിൽ കൾച്ചറലി അവൻ ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു സിദ്ധാന്തം, അതിനാണ് ഇവിടെ നേച്ചറും കൾച്ചറുമായിട്ട് നമ്മൾ ബൈനറി അണ്ടർസ്റ്റുഡ് ആക്കേണ്ടത്. ഇതിനെ സുപ്പീരിയോറിറ്റീസ് ആണുങ്ങൾക്കും സ്ത്രീകൾക്ക് എപ്പോഴും ഇൻഫീരിയർ ആയിരിക്കണം. ഇതിനെ ഒന്ന് രണ്ടുപേർക്കും എന്തുകൊണ്ട് ഈക്വൽ ആയിട്ട് കൊടുത്തുകൂടാ? എന്തുപേർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൂടാ? ഒരു വണ്ടി ചക്രത്തിൽ 2 ചക്രം ഉണ്ടെങ്കിൽ 2 ചക്രവും ഒരേ സമയം ഒരേ വിധത്തിൽ പോയാൽ മാത്രമേ വണ്ടി മുമ്പിലേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വഞ്ചിയിലിരിക്കുന്ന ഞാൻ ഉപമിക്കുകയാണ്, ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വഞ്ചി, ഒരു കുടുംബം എന്ന വഞ്ചി, മുൻപിലിരിക്കുന്നത് മെയില് ഫാദർ, പിന്നിലിരിക്കുന്നത് മദർ ഫീമെയില്. ഇവര് രണ്ടുപേരും 2 ദിശയിലേക്കാണ് തുഴയുന്നതെങ്കിൽ വഞ്ചി മുമ്പിലേക്ക് പോവില്ല, അവിടെ തന്നെ കിടക്കുള്ളൂ. അവിടെ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. രണ്ടുപേർക്കും ഒരേ വിധത്തിൽ ഒരേ നോക്കത്തോടെ ഒരേ വിചാരത്തോടെ ഒരേ സൈഡിലേക്ക് തുഴഞ്ഞാൽ മാത്രമേ
ആ വഞ്ചി മുന്നിലേക്ക് പോവുള്ളൂ. ഇത് തന്നെയാണ് സൊസൈറ്റിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈ ഡോമിനേഷൻ, മെയിൽ ഡോമിനേഷനോ ഫീമെയിൽ ഡോമിനേഷനോ, അല്ലെങ്കിൽ മെയിൽ ഡോമിനേഷനും ഫീമെയിൽ സബോർഡിനേഷനും, ഇതൊന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുകയും അതിന് വേണ്ട വിധത്തിലുള്ള പ്രൊമോഷൻ കൊടുക്കുകയും അങ്ങനെ കൊണ്ടുവരാനാണ് ബീന അഗർവാൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൽ ഈ നേച്ചറിൽ, ബൈ നേച്ചർ ഫീമെയിൽ ഈസ് വെരി വെരി സബ്മിസീവ്. ആ സബ്മിസീവ് ആയിട്ടുള്ള താഴ്ന്നു കൊടുക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ സ്ത്രീകളിൽ ഉള്ളത്. അതൊന്ന് ചവിട്ടി താത്താണ്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എടുത്തു കൊണ്ടുവരാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതിനെ പറ്റിയാണ് നമ്മൾ വളരെ റിസർച്ച്, ഭയങ്കര കാര്യമായിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൺകുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ പറയും, ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് അതിനെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാനും സ്ത്രീകളെ ഉപദ്രവിക്കാണ്ടിരിക്കാനും സ്ത്രീകളെ പരിപാലിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. എത്രത്തോളം ഫീമെയിൽ സപ്രഷൻ കുടുംബത്തിൽ കാണുന്നുവോ അത് തന്നെയായിരിക്കും ആ കണ്ടു വളർന്നു വരുന്ന മകൻ അവരുടെ ഫാമിലിയോട്, അതായത് ഭാര്യയോടോ പെൺകുട്ടികളോട് കാണിക്കുക. ഇപ്പോൾ നിങ്ങൾ TV-യിൽ കാണുന്ന സീരിയലിൽ മുഴുവൻ ഇത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ വേറെ വിധത്തിലും കാണുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. കാരണം ലേഡീസും കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യാനും പാടില്ല. രണ്ടും തെറ്റാണ്. മെയിൽ കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നതും തെറ്റാണ്, ഫീമെയിൽ കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഗീവ് ആൻഡ് റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ കൊടുക്കുക. ആ റെസ്പെക്റ്റിനെ കൊടുത്ത് ഈക്വലായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വണ്ടി എങ്ങനെ മുന്നിലേക്ക് പോകാൻ, ഒരു ഇരുചക്രമുള്ള വാഹനം അല്ലെങ്കിൽ ഒരു വണ്ടി എങ്ങനെ 2 ചക്രത്തിൽ മുന്നിലേക്ക് പോകാൻ ഒരേ സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഒരേ ദിശയിൽ കൂടെ അല്ലെങ്കിൽ ഒരേ നോക്കത്തോടെ പോകുന്നു, അതുമാതിരി നമ്മുടെ കുടുംബം കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല വിധത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇവിടെ നോക്കി വരുന്നത്. എക്കോ ഫെമിനിസത്തിൽ ഇത് തന്നെയാണ് ഫോർമുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. എൻവയറമെന്റിലും എങ്ങനെ കൊണ്ടുവരുന്നു, എക്കോ ഫെമിനിസത്തിൽ പറഞ്ഞിട്ടുള്ള റൈറ്റിംഗ്സിൽ മുഴുവനും സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ്, എൻവയറമെന്റൽ ഗ്രാസ് റൂട്ട്, ഏറ്റവും താഴെയുള്ള റൂട്ടിൽ നിന്ന്, ഏറ്റവും താഴെക്കടയിൽ നിന്ന് എത്രത്തോളം സ്ത്രീകളെ മേനെ കൊണ്ടുവരാം, അതാണ് നമ്മൾ 1970 നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ലിങ്ക് കൊടുക്കണം. ഫെമിനിസ്റ്റ് മൂവ്മെന്റ് വന്നു, ആ ഫെമിനിസ്റ്റ് മൂവ്മെന്റിൽ തന്നെ എൻവയറമെന്റൽ മൂവ്മെന്റ് വന്നു, അതിന്റെ കൂടെ തന്നെ ഗ്രീൻ മൂവ്മെന്റ് തുടങ്ങി. കാരണം സ്ത്രീനെ ഫെർട്ടിലിറ്റിയും ആയിട്ടാണ് സംബന്ധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരികയും അതിനെ കണക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്കോ ഫെമിനിസ്റ്റ് മൂവ്മെന്റിന് പ്രാധാന്യം വന്നത്. അതേമാതിരി സെക്കൻഡ് വേവിലും ഫെമിനിസ്റ്റിന്റെ മൂവ്മെന്റ് വളരെ കാര്യമായിട്ട് വരുന്നുണ്ട്. ഇതില് ഗ്രീൻ മൂവ്മെന്റില് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, നോൺ ഹ്യൂമൻ വേൾഡിലും ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഇക്ലോയി ഫെമിനിസം, ഇത് ഫ്രഞ്ച് റൈറ്ററാണ് ഫ്രാൻസിസ് ഇക്ലോയി. ഫെമിനിസത്തിനെ പറ്റി 1972 പാരീസിൽ നടന്ന ഒരു മീറ്റിംഗിൽ എക്കോ ഫെമിനിസത്തെ പറ്റി 1974 പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ അവർ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ്, ഡെവലപ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കോൺഫറൻസ് നടത്തി ബെർക്കലിയില്, കാലിഫോർണിയയില്, ജോഗ്രാഫേഴ്സ് എല്ലാം അവരുടെ ഐഡിയ വന്ന് വിമണും എൻവയറമെന്റിനെയും ഈക്വലൈസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. ഇവിടെ ഓരോ കോഴ്സസും ഓരോ വിധത്തിൽ കൊണ്ടുവരിക. ഇന്ന് സോഷ്യൽ ഇക്കോളജി എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയതും 1976 വെർമണ്ടിലാണ്. ഇനി 80-ലും 90-ലും എക്കോ ഫെമിനിസത്തിനെ പറ്റിയുള്ള എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് നോക്കാം. ഇതിൽ ക്രൂഷ്യൽ ആയിട്ട് പറയുമ്പോൾ ഒരു കോൺഫറൻസ് നടന്നു, വുമൺ ആൻഡ് ലൈഫ് ഓൺ എർത്ത്, എക്കോ ഫെമിനിസം 80-ൽ. ഈ 1980 നടന്ന കോൺഫറൻസിൽ പെന്റഗൺ, വിമൻസ് പെന്റഗൺ ആക്ഷൻ, അതുവഴി 2000 വുമൺ അവിടെ പെന്റഗണിൽ പ്രൊട്ടസ്റ്റ് ചെയ്തു.
ആന്റി ലൈഫ് ന്യൂക്ലിയർ വെപ്പൺസിന് എഗെയിൻസ്റ്റ് ആയിട്ടും വെപ്പൺസിനായിട്ടും അവരുടെ ഫ്രസ്ട്രേഷൻ അങ്ങനെയാണ് കൊണ്ടുവന്നത്. മൂവ്മെന്റിൽ 1990 ഇതില് ബുക്ക് വഴിയും ന്യൂസ് ലെറ്റർ വഴിയും അവരുടെ അഭിപ്രായങ്ങൾ അവർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കണക്ഷൻസ് നേച്ചറായിട്ട് വരുന്നത്. എക്കോ ഫെമിനിസം മൾട്ടിപ്പിളായിട്ട് പെർസ്പെക്റ്റീവ്സ് വഴിയും അണ്ടർമൈൻ ചെയ്തു. ഇനി ഡൈവേർജന്റ് സ്ട്രാറ്റജി എന്താ വെച്ചാല് ഇവിടെ നമ്മൾ പറയുന്നത് ലിബറൽ കൾച്ചറൽ സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസത്തിനെ എങ്ങനെ കൊണ്ടുപോകാം. ഈ ഒബ്ജക്റ്റീവ്സ് എന്താ വെച്ചാൽ റീഫോം എൻവയറമെന്റലിസം, അതിൽ കൂടെ സ്ട്രക്ചേഴ്സും ഗവൺമെന്റ് ന്യൂ ലോസ് ഉണ്ടാക്കണം, അതേമാതിരി റെഗുലേഷൻസ് കൊണ്ടുവരണം. ആ റെഗുലേഷൻസ് വഴി വേണം ഈ സോഷ്യൽ ആയിട്ടുള്ള സൊസൈറ്റീനെ ഇംപ്രൂവ്മെന്റ് ചെയ്ത് കൊണ്ടുവരാൻ. ഇനി കൾച്ചറൽ ഫെമിനിസത്തിൽ വരുന്നത് എന്താന്ന് വെച്ചാല് ഈ ഞാൻ നേരത്തെ പറഞ്ഞു പാട്രിയാർക്കിക്കൽ അല്ലെങ്കിൽ ആൺമേധാവിത്വമുള്ളതിനെ മാറ്റിയിട്ട് ഒരു ലിബറേറ്റ് ആയിട്ട് വിമനും നേച്ചറിനെയും കൾച്ചറലായിട്ട് ഒരേ ലെവലിലേക്ക് കൊണ്ടുവരിക. അതേമാതിരി സോഷ്യൽ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടത് അനലൈസ് ചെയ്യണം. ഏതാണ് ക്യാപിറ്റലിസ്റ്റ് പാട്രിയാർക്കിയോ അത് അനലൈസ് ചെയ്ത് അവിടെ വേണ്ട കറക്ഷൻസ് ചെയ്യുക. ഡോമിനേഷൻ ഓഫ് വുമൺ, അതേമാതിരി തന്നെ എക്കോണമി, ഇത് രണ്ടും റിസോഴ്സസ് ആണ്, നാച്ചുറലി റിസോഴ്സസ് ആണ്. ഇതിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകുകയുള്ളൂ. ഇനി ഇന്ത്യൻ എക്കോ ഫെമിനിസത്തിൽ എന്താണ് വന്ദന പറഞ്ഞിട്ടുള്ളത് വെച്ചാല് ഈ പാട്രിയാർക്കിക്കൽ എല്ലായിടത്തും പറയുന്നത് ഇത് തന്നെയാണ്. വുമണിനെ മാറ്റുക, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസിന് സ്റ്റോപ്പ് ചെയ്യുക, അവർ ഐഡിയോളജിക്കൽ ഇത് രണ്ടും മാറ്റി നിർത്തപ്പെട്ട് നേച്ചർ മദർ ഹാർമോണിയസ് ആയിട്ട് ഒരുമിച്ച് റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്ന് മാൻ വിമൻ അല്ലെങ്കിൽ നേച്ചർ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി കൊണ്ടുവരാണ്ട് എല്ലാം പാസീവായിട്ട് എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ എക്കോ ഫെമിനിസത്തില് ഇഫക്റ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെയാ ചെയ്യേണ്ടത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുക. ഒന്ന് ലോങ് ടേം ഒബ്ജക്റ്റീവ്സിനെ കാട്ടിലും ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവരിക. അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത് പെട്ടെന്ന് ചെറിയ സ്റ്റെപ്പുകൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ആ സ്റ്റെപ്പുകളിൽ കൂടി സ്ട്രാറ്റജിയിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവരിക. തറയിൽ നിന്ന് അത് ഉപയോഗിച്ച് മേലെ കൊണ്ടുവരിക. സൊസൈറ്റിയിൽ ഇതിനെ ഡ്രൈവ് ഉണ്ടാക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അവയർനെസ് എന്താണ് ഇവിടെ വരുന്നത്? ഈ ഗോൾസിൽ കൂടെ എല്ലാവർക്കും കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും എല്ലാ കാലത്തും ഒരുമാതിരി സുഖമായിട്ട് ജീവിക്കാനുള്ളതാണ് നമ്മൾ SDGsയിൽ ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ആ ഗോളിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഗോളിനെ 2030 സാധിച്ചാൽ വളരെ നന്നായിരിക്കും. ഇതിന് എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് റിസോഴ്സസ് കൺസംഷൻ ചെയ്യുന്നത് കുറയ്ക്കുക. പ്രാക്ടീസസ് റെഡ്യൂസ് ദ എനർജി ഒക്കെ വേസ്റ്റേജ് ചെയ്യുന്നതും ഒക്കെ കുറച്ചു കൊണ്ടുവരിക. ഫ്യുവൽ എഫിഷ്യൻസി കാറിലും ട്രക്സിലും കൊണ്ടുവരിക. റീസൈക്ലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ഇതൊക്കെ സയൻസിൽ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് പക്ഷെ ഇത് സയൻസും ഹിസ്റ്ററിയും ആയിട്ടുള്ള കണക്ഷൻ ഉള്ള പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിനെ പരാമർശിക്കുന്നത്. പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഫോറസ്റ്റിനെ മുഴുവൻ പ്രൊട്ടക്ഷൻ കൊടുക്കുക, എർത്തിനെ സോയിലിനെയും പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഗവൺമെന്റിന്റെ റോൾ എന്താണ്? ഇതിൽ ഗവൺമെന്റ് എന്ത് റോളാണ് എടുക്കാൻ പറ്റുക? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റില് ഒരു കോഹറന്റ് ക്രോസ് സെക്ടറൽ പോളിസീസ് കൊണ്ടുവരണം. റെസ്പെക്ട് ചെയ്യണം, നേച്ചറെ റെസ്പെക്ട് ചെയ്യണം, അഗ്രികൾച്ചറിനെ റെസ്പെക്ട് ചെയ്യണം, എനർജിനെ റെസ്പെക്ട് ചെയ്യുക, ട്രേഡ്, എക്കോണമി, ഫോറിൻ അഫയേഴ്സ്, ഇതെല്ലാം കൂടെ ഒരു ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് അതിനെ ഏതൊക്കെ വിധത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് മാനേജ്മെന്റ് ചെയ്ത് അത് ഗവൺമെന്റ് ലെവലിൽ കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട റോള്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എല്ലാവർക്കും എപ്പോഴും കൺസർവ് ചെയ്യാനും അതേമാതിരി തന്നെ എൻഹാൻസ് ചെയ്യാനും ഇപ്പോഴുള്ള റിസോഴ്സിനെ എൻഹാൻസ് ചെയ്യാനും ഗ്രാജുവലായിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടെ എല്ലാവിധ ടെക്നോളജി യൂസ് ചെയ്യാം. ആ ടെക്നോളജി വഴി നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായ എംപ്ലോയ്മെന്റ് ആയാലും ശരി, ഫുഡ് ആയാലും ശരി, എനർജി ആയാലും ശരി, വാട്ടർ ആയാലും ശരി, സാനിറ്റേഷനും നമ്മൾ ചെയ്തു കൊടുക്കണം, ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം.
ഇനി സൊസൈറ്റിയിലുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന സൊസൈറ്റിയിൽ വരുന്ന ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഉദ്ദേശം എന്താണ്? ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബെറ്റർ ലൈഫ്, നമ്മൾക്ക് എല്ലാവർക്കും സൊസൈറ്റിയിൽ ഒരു ബെറ്റർ ലൈഫ് വരണം. ഈ കോർപ്പറേറ്റിംഗ് ഹെൽത്ത് പ്ലാൻസും പ്ലാനിങ് ന്യൂ കമ്മ്യൂണിറ്റീസിനും കൂടെ കോർപ്പറേറ്റ് ചെയ്ത് എല്ലാവർക്കും ഹെൽത്ത് കെയർ കിട്ടണം, എല്ലാവർക്കും ലെഷർ കിട്ടണം, എല്ലാവർക്കും സൗകര്യമായിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടും മാനസികമായിട്ടും ഫിസിക്കലായിട്ടും മെന്റലായിട്ടും കുടുംബപരമായിട്ടും സൊസൈറ്റി പരമായിട്ടും ജീവിക്കാനുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻസ് അവിടെ കിട്ടിയിരിക്കണം. അപ്പോഴേ ഇതിന്റെ സൊസൈറ്റിക്ക് ഒരു ഉണ്ടാവുള്ളൂ. ഇതിനെ ചെയ്യേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഏത് മെത്തേഡിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റും, ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? എല്ലാവിധമായ ടെക്നോളജി ഉപയോഗിക്കുക, മിസ്യൂസ് ചെയ്യരുത്. പക്ഷെ പെർട്ടിക്കുലർ ആയിട്ട് ഞാൻ പറയുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുക. പിന്നെ സ്ത്രീനെ പറ്റി അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രൊമോട്ട് ചെയ്യാൻ എംപവർമെന്റ് ഓഫ് വുമൺ, ദാറ്റ് ഈസ് എ വെരി കോമൺ മാറ്റർ നൗ. ഈ കാലഘട്ടങ്ങളിൽ എംപവർമെന്റ് വുമൺ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ എത്രത്തോളം അത് ഈ വുമൺ കിട്ടുന്നുള്ളതെന്ന് നമുക്കറിയില്ല. അതേമാതിരി പോളിസികൾ, ഗവൺമെന്റ് പോളിസികൾ, സൗണ്ട് ആയിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുക, അത് ലെജിസ്ലേച്ചർ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ നിയമപരമായി ഇക്വാളിറ്റി കൊണ്ടുവരിക. ആ നിയമപരമായ ഇക്വാളിറ്റി വഴി സ്ത്രീനെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ തീർത്തെടുത്താൽ മാത്രമേ നമുക്ക് മെത്തേഡ്സ് പ്രോപ്പറായിട്ട് അഡോപ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ബീന അഗർവാൾ റിസർച്ചറാണ്. എൻവയറമെന്റ് ഡിഗ്രഡേഷൻ എത്രത്തോളം ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ടോ അവരും പറഞ്ഞിട്ടുണ്ട്. ഇക്കോ ഫെമിനിസത്തിന് തന്നെയാണ് പറയുന്നത്. വയലൻസ്, ലേഡീസിനുള്ള വയലൻസും ഇതൊക്കെ മാറ്റി പെട്രിയാർക്കൽ സിസ്റ്റം കാരണമാണ് ഇതിനെന്നുള്ളതാണ് ബീനയുടെയും അഭിപ്രായം. അപ്പൊ അവരും പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ്, ജെൻഡർ ആൻഡ് എൻവയറമെന്റിന് ഫെമിനിസ്റ്റ് എൻവയറമെന്റലിസം എന്ന് അവരും പറയുന്നു. ഇനി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ബീനയുടെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്സ്പാൻഡിങ് പ്രോബ്ലംസുമാണ്. ഇറോഷൻ, ലോക്കൽ ആയിട്ടുള്ള ഇറോഷൻസ് ആണ്. ഇതിന് റീസൺസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഡിവിഷൻ ഓഫ് ലേബർ, എല്ലാത്തിനും കുറവ്, പ്രൊഡ്യൂസ് ഇല്ല, ടെക്നോളജി ഇല്ല, ലേബർ മാർക്കറ്റ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവ്, മൊബിലിറ്റി കുറവ്, അത് ട്രെയിനിങ് കുറവ്. ഇതൊക്കെയാണ് റീസൺസ് ബീന കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിനെങ്ങനെ റീസൺസ് ചെയ്യുന്നു വെച്ചാൽ, ഈ കാരണഘട്ടം ഈ പ്രസന്റ് സൊസൈറ്റിയിൽ നമ്മൾ ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള മേൽപ്പറഞ്ഞ തെറ്റുകളൊക്കെ അല്ലെങ്കിൽ കുറവുകൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പല വിധത്തിലും എൻവയറമെന്റിലും അതേമാതിരി സൊസൈറ്റിയിലുള്ള സബ്ജുഗേഷൻ ഉണ്ടെങ്കിൽ കൂടെയും ഒരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്ഷൻ കൊണ്ടുവരണം. പുരുഷനും സ്ത്രീയും ഒരുമിച്ച്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഈ വ്യത്യാസങ്ങൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, അതിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ മനുഷ്യരാശിക്ക് ഒരു സുഖമായ ഒരു ജീവിതത്തിനുള്ള ഒരു ഈ പ്രസന്റ് രാജ്യങ്ങളിൽ കാണുന്ന ക്രൂവൽറ്റിയും അല്ലെങ്കിൽ സമാധാനക്കുറവും, കുടുംബങ്ങളിൽ കാണുന്ന സമാധാനക്കുറവ്, സൊസൈറ്റിയിൽ കാണുന്ന അസ്വസ്ഥത, അല്ലെങ്കിൽ എത്രയോ സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയോ കുടുംബങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നു. ഇതിനൊക്കെ ഒരു കുറവ് കൊണ്ടിരുന്നെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും, മെൻ ആൻഡ് വിമൺ ആസ് വെൽ ആസ് ഫിസിക്കൽ ഹാപ്പിനെസ്, മെന്റൽ ഹാപ്പിനെസ്, ഇക്കണോമിക് ഹാപ്പിനെസ്, ധനപരമായും എല്ലാത്തിലും അവർക്ക് ഒരു സമാധാനം കിട്ടിയാലേ അതിന് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾക്കും രാജ്യത്തോട് ഒരു മമത ഉണ്ടാവും. നമ്മളും നമ്മുടെ രാജ്യത്തിന് ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടി ഉണ്ട്. അതിന് നമ്മൾ വേണ്ട വിധത്തിൽ നമ്മളുടെ കുടുംബത്തിനെ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൊസൈറ്റിയെ രക്ഷപ്പെടുത്തുക. സൊസൈറ്റിയിൽ വേണ്ട ആക്ടിവിറ്റീസ്, കോൺട്രിബ്യൂഷൻ, നമ്മൾ എഡ്യൂക്കേഷൻ എടുക്കുന്നു, അതേമാതിരി ശമ്പളം കിട്ടുന്നു, സൂഹിക്കാൻ മാത്രമല്ല, സൊസൈറ്റിക്ക് നമ്മളാൽ എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് സൊസൈറ്റിയിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കാൻ പറ്റും, അതേമാതിരി
സൊസൈറ്റി വഴി നമ്മുടെ രാജ്യത്തിലേക്ക് എത്രയൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എത്രത്തോളം ഓരോ ഇൻഡിവിജ്വലും, ആൺ പെൺ, ധനമുള്ളവൻ ധനമില്ലാത്തവൻ, പഠിച്ചവൻ പഠിക്കാത്തവൻ, ഇതൊന്നും പ്രശ്നമല്ല. അവിടെ എല്ലാരും അവനവന്റെ മനസ്സ് വഴി അത് ചെയ്താൽ ആ രാജ്യം നന്നാകും. ഇതോടുകൂടി ഈ ലെസൺ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.